ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. 2 മെസ്സേജ് അയച്ചു, കുറച്ച് മെസ്സേജുകൾ അയച്ചു, അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത്? ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ? ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനത് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചത്. ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും തകർക്കാനല്ല. ആ വ്യക്തി നവീകരിക്കപ്പെടണം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം, ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചല്ല. ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയത്തിൽ വരുന്ന യുവജനത എല്ലാവർക്കും വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ജനതയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന്, CPM-മായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ.